ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂൺ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവോളയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 സവോള ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയണ പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാത്തിനും വേണ്ടതായിട്ടുള്ള ഉപ്പും കൂടി നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ട് സവോള നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരേക്കും നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടി ഒരു 1/4 സ്പൂൺ വീതം നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലൊരു മസാലയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തക്കാളീനൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെയായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും. നമുക്കിതന്നെ തുറന്ന് നോക്കുമ്പോൾ തന്നെ തക്കാളി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടത് കുറച്ച് വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്രേവി ഒന്ന് തിക്കായി കിട്ടും. അപ്പോൾ നമുക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, കാരണം മഷ്റൂമിൽ ആവശ്യത്തിന് അധികം വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മഷ്റൂം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഏത് തരം മഷ്റൂം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ചിപ്പിക്കൂൺ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമുക്ക് ഈ മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് പാകലേന്ന് നോക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. മഷ്റൂമിന് അധികം വേവൊന്നുമില്ല. ഒരു 6 to 7 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ മഷ്റൂം നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ മഷ്റൂമിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ മഷ്റൂമൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്പൈസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വാട്ടിയെടുക്കാം. ഈ ടൈമിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അധികം കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടി മല്ലിയില ഇതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാം. മല്ലിയില ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഈ മഷ്റൂം റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. Thank you.